എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വൺ റാങ്ക് വൺ പെൻഷനിൽ ഉറപ്പു നൽകാതെ പ്രധാനമന്ത്രിയുടെ വാഗ്ദാന പ്രസംഗം. വഞ്ചനയെന്ന് വിമുക്ത ഭടന്മാർ. വർഗീയതയ്ക്ക് നാട്ടിൽ ഇടമില്ലെന്ന് മോദി. 5000 കോടിയുടെ കള്ളപ്പണം തിരിച്ചെത്തിച്ചുവെന്ന് അവകാശവാദം. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനം നാളെ തുടങ്ങും. വിപുലമായ സ്വീകരണത്തിനൊരുങ്ങി പ്രവാസ ലോകം. 1.5 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ്. നയസന്തുലനം പാലിക്കാൻ മോദി സമീപഭാവിയിൽ ഇസ്രയേലിലും പോയേക്കും. വിഴിഞ്ഞം സമരത്തിൽ ലത്തീൻ സഭയും സർക്കാരും സമവായത്തിലെത്തി. പദ്ധതിയുടെ പേരിൽ തീരദേശവാസികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. ചർച്ച ശുഭകരമെന്ന് സഭാ നേതൃത്വം. പിണറായി വിജയൻ പിന്തുണച്ച R ചന്ദ്രശേഖരന്റെ സമരത്തെ തള്ളിപ്പറഞ്ഞ് J മേഴ്സിക്കുട്ടിയമ്മ. ചന്ദ്രശേഖരന്റെ സമരം രാഷ്ട്രീയ തട്ടിപ്പ്. അഴിമതി ആരോപണം മറയ്ക്കാൻ INTUC സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ നാടകമെന്നും CITU നേതാവ്. ഗാലെ ടെസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ജയം പിടിച്ചുവാങ്ങി ലങ്ക. സ്പിന്നർ കുറിച്ചത് 63 റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയം. സൈന നെഹ്വാൾ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ. വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയുള്ള വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇടം പിടിച്ചില്ല. എന്നാൽ തന്റെ സർക്കാർ തന്നെ വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കി. എന്നാൽ പദ്ധതി നടപ്പാക്കുന്ന സമയക്രമം പ്രഖ്യാപിക്കാത്തതിനാൽ സമരം തുടരുമെന്ന് വിമുക്ത ഭടന്മാർ വ്യക്തമാക്കി. വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയുള്ള ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പദ്ധതി എന്നു മുതൽ നടപ്പിലാവുമെന്ന കാര്യം പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. പകരം വാഗ്ദാനം മാത്രമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. छत्रछाया में कह रहा हूं, वन रैंक वन पेंशन हमने स्वीकार किया हुआ है. इसके संगठनों से बातचीत का दौर चल रहा. എന്നാൽ പദ്ധതി എന്നു മുതൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ വിശ്വാസമില്ലെന്ന് ദില്ലിയിൽ സമരം തുടരുന്ന വിമുക്ത ഭടന്മാരുടെ സംഘടന പ്രതികരിച്ചു. जल्दी से जल्दी वन रैंक वन पेंशन जो अप्रूव हो चुका है. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ UPA സർക്കാർ തന്നെ തീരുമാനിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാഗ്ദാനത്തിൽ പുതുമയില്ലെന്നും AK ആന്റണി പ്രതികരിച്ചു. It has been already accepted by the previous government, so it is a great disappointment according to me. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ മുതിർന്ന BJP നേതാവ് PS ശ്രീധരൻപിള്ള കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന്, ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അദ്ദേഹം വയനാട് സ്റ്റുഡിയോയിൽ നിന്ന്, കൊടിക്കുന്നിൽ സുരേഷ് MP ടെലിഫോൺ ലൈനിൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ അതിന് ഏറെ അകലെയല്ലാതെ ജന്തർ മന്ദറിൽ പട്ടിണി സമരം നടത്തുകയായിരുന്നു ഇന്ത്യയുടെ അതിർത്തി കാത്ത വിരമിച്ച സൈനികർ. അവർ വലിയ പ്രതീക്ഷയിൽ അവരുടെ സമരപ്പന്തലിൽ വലിയ ഒരു ടെലിവിഷൻ വെച്ച് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തത്സമയം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വൺ റാങ്ക് വൺ പെൻഷനെക്കുറിച്ചുള്ള പരാമർശം കഴിഞ്ഞ ഉടനെ അവർ ടെലിവിഷൻ ഓഫാക്കി പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ ഭിക്ഷക്കാരല്ല എന്നാണ് ഇന്ത്യയുടെ അതിർത്തി കാത്ത ഭടന്മാർ ഈ സർക്കാരിനോട് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരുന്നത്? ഇത്തരത്തിലൊരു കർക്കശമായ നിലപാട് അതിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നാണ് ഈ ഇന്ത്യയിൽ വൺ റാങ്ക് വൺ പെൻഷൻ എന്നുണ്ടായിരുന്നതാണല്ലോ. അതാരാ ഇല്ലാതാക്കിയത്? എന്നാ ഇല്ലാതാക്കിയത്? ശ്രീമതി ഇന്ദിരാഗാന്ധി 1973 അത് ഇല്ലാതാക്കിയത്. അതിനുശേഷം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനല്ല, അദ്ദേഹം പ്രധാനമന്ത്രി കാൻഡിഡേറ്റായിട്ട് പ്രപ്പോസ് ചെയ്തപ്പം ഹരിയാനയിൽ വെച്ച് ആ റാലിയിൽ അത് ശക്തമായിട്ട് പറയുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു പറഞ്ഞു. അതിന് ശേഷമാണ് നമ്മുടെ കേരളക്കാരനായ നമ്മുടെ അദ്ദേഹം ഇന്ന് ശ്രീമൻ AK ആന്റണി ഇന്ന് പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെപ്പറ്റി എനിക്ക് വലിയൊരു ബഹുമാനം ഉണ്ടായിരുന്ന ആളാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാ ഈ കാര്യം നടപ്പാക്കുന്നതുണ്ടായ തടസ്സം എവിടെയാണെന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഈ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം BJP ഇത് ആവശ്യപ്പെട്ടു, ശരിയാണ്, അത് ഞങ്ങൾ ഉറപ്പായിട്ട് നടപ്പാക്കുകയും ചെയ്യും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇന്നും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തെ തുടർന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ 6ാം ധനകാര്യ കമ്മീഷൻ്റെ ശമ്പള കമ്മീഷൻ്റെ ശുപാർശ വന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്തുള്ള പോലീസ് സേനയ്ക്ക് അത് കൊടുക്കാൻ തീരുമാനിച്ച അവസരത്തിൽ അതിനോട് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചത് UPA ഭരണകൂടമാണ്. അതിനുശേഷം ബഡ്ജറ്റിൽ ഇത് പ്രഖ്യാപിക്കുകയും, കാരണം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാന തെരഞ്ഞെടുപ്പിനല്ല, അതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പാണ് ബഡ്ജറ്റിൽ ഇതിനു വേണ്ടിയിട്ട് ഇത് പറയുകയും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു.
പക്ഷെ അതിന് വേണ്ട തുക കൊള്ളിച്ചില്ല. അങ്ങനെ തുക കൊള്ളിക്കാത്ത അതിനെ തുടർന്നിട്ടാണ് 1/4/2014 നിലവിൽ വരുമെന്നല്ലേ പറഞ്ഞത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യം നടപ്പാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് നിബന്ധനകൾ ഒരിക്കലും തടസ്സമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ വഞ്ചിച്ചത് ആരാണ്? അതേസമയത്ത് BJP സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ട് അതിൻ്റെ അകത്തുള്ള വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോശ്യാനി കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് 10 മെമ്പർമാർ ഒരുപക്ഷെ സെബാസ്റ്റ്യൻ പോലുള്ള കാലത്തുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ബ്യൂറോക്രാറ്റുകളും സെറ്റപ്പുകളും ഇതിനെ സംബന്ധിച്ച് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ പ്രതിബന്ധങ്ങളെല്ലാം തീർത്തിട്ട് അത് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ 3000 കോടി എന്നാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. 2014 കണക്കനുസരിച്ച് നടപ്പാക്കണമെങ്കിൽ 24,000 കോടി രൂപ വേണം. അത് ബഡ്ജറ്റിൽ കാണിക്കാതെ വെറുതെ ഒരു വ്യാമോഹിച്ചോണ്ട് കാര്യമുണ്ടോ? മേജർ രവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 20,000 കോടി രൂപ അധികമായി വേണ്ടിവരും 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പാക്കിയാൽ. ഖജനാവിനെ സംബന്ധിച്ച് ഈ 20,000 കോടിയുടെ ഭാരം പക്ഷേ ഈ വിമുക്ത ഭടന്മാരുടെ സേവനം കണക്കിലെടുക്കുമ്പോൾ ഒരു ഘടകമാണോ? താങ്കൾ നരേന്ദ്രമോദിയെ അവിരാമം പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാഗ്ദാന ലംഘനം ഉണ്ടായി എന്ന് രാജ്യത്തെ സേവിച്ച ആളുകൾക്ക് തോന്നുന്നതിൽ ന്യായമുണ്ടോ? തോന്നുന്നതിൽ ന്യായമില്ലായ്മ ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ ഒഫീഷ്യലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 35 വർഷം 40 വർഷമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ ഇപ്പം നരേന്ദ്രമോദിജി അവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്ന സമയത്ത് ഞാനത് ചെയ്തോളാം എന്നുള്ള പ്രോമിസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അബൌട്ട് 14 അല്ലെങ്കിൽ 16 മാസമേ ആയിട്ടുള്ളൂ. ഈ 16 മാസത്തിനകത്ത് ഈ 20,000 കോടിയുടെ ബജറ്റ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഫണ്ടിങ് ഇതിലോട്ട് കൊണ്ടുവന്ന് ഇതിനെ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി കുറച്ച് സമയം വേണം. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്നത്, ഇത്രയും കാലം മിണ്ടാതിരുന്ന ഞങ്ങൾ പട്ടാളക്കാർ പെട്ടെന്ന് എന്ത് ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് ഇപ്പം തന്നെ വേണം, ഇത് വേണം. അതിനകത്ത് ഇന്നലെ കോൺഗ്രസ് നേതാവ് അവിടെ പോയിരിക്കുന്നു. ഈ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന സമയത്തും KK ആന്റണി 500 കോടി ഇതെല്ലാം സാങ്ഷൻ ചെയ്തു, എല്ലാം കഴിഞ്ഞ് 500 കോടി അതിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. വേറെ 20,000 കോടി വേണ്ട സ്ഥലത്ത് നിങ്ങളൊരു മിനിമം എമൗണ്ട് അവിടെ കാണിച്ചിട്ട് എന്തുകൊണ്ട് ഇലക്ഷൻ മുന്നേ ഇത് പ്രാബല്യത്തിൽ വരുത്താതെ നിങ്ങളതൊരു പ്രോമിസായിട്ട്, അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരും വോട്ടിന് വേണ്ടിയിട്ടായിരുന്നില്ലേ അന്ന് അതങ്ങനെ സാങ്ഷൻ ചെയ്ത് പോയത്? അപ്പോൾ ആരാണ് വഞ്ചിച്ചിരിക്കുന്നത്? അവരത് പറഞ്ഞിട്ട് പോയിട്ട് എന്തുകൊണ്ടത് പ്രാബല്യത്തിൽ വരുത്തിയില്ല? അത് കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ട് 1.5 വർഷം പോലും ആയിട്ടില്ല. ഇതിനെ പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ പല ഫണ്ടുകളുടെയും പല ചാനലൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഫണ്ടുകൾ ഇനി ഇതിലോട്ട് മാറ്റിവെക്കാൻ പറ്റുന്നത്. ഇന്ന് പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ, ഇന്ന് ഞങ്ങളുടെ പട്ടാളത്തിനകത്തോട് നടക്കുന്നൊരു സർക്കുലർ അതാണ്, ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് നടപ്പാക്കിയിരിക്കുമെന്നുള്ളത്. എന്തുകൊണ്ട് ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഞങ്ങളുടെ പട്ടാളക്കാരുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചേരി വന്നിരിക്കുന്നത്? മേജർ രവി, ഇത് രാഷ്ട്രീയ താല്പര്യപ്രകാരം ഉണ്ടായിട്ടുള്ള ഒരു സമരമാണ് എന്നുള്ളതാണോ താങ്കളും കാണുന്നത്? ഇന്നലെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ അവിടെ ചെന്നപ്പോൾ സ്വീകരണം മാത്രമല്ല, ഒരു വിഭാഗം ആളുകൾ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കോൺഗ്രസുകാരായ വിമുക്ത ഭടന്മാരാണ് സമരം ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാകുകയില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ദീർഘകാലമായുള്ള ആവശ്യം ഈ സർക്കാർ അത് നടത്തിത്തരും എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും പ്രശ്നം 2011 വേണോ 2014 വേണോ ബെഞ്ച് മാർക്ക് ഇയർ എന്നുള്ളതാണ്. അതിന് പരിഹാരമാകുന്നില്ല. അഭിലാഷ് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ഒരു വികാരമുണ്ട്. പക്ഷെ പട്ടാളക്കാരുടെ വികാരത്തിന് ജനറലി ഒരു വിലയുമില്ലാത്തതാണ്. ഞങ്ങൾ മരിച്ചു വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ തരുന്ന ഈ ആദരവ് എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഇന്ന് പെൻഷൻ വാങ്ങിക്കുന്ന ഈ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭരിക്കുന്ന സിവിൽ ഗവൺമെൻറ്റുകൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇത്രയും കാലമായിട്ട് ചിന്തിക്കാതെ ഞങ്ങൾ ഇന്നും ഒരു പിച്ചപാത്രമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ട ഒരു ഗതികേട്, അതുപോലെ തന്നെ ജന്തർ മന്ദറിൽ പട്ടിണി കിടന്നുകൊണ്ട് സമരം ചെയ്യേണ്ട ഒരു ഗതികേട് വരുത്താൻ ആരാണ് കാരണം? ഇവിടെ ഭരിച്ചിരുന്ന ഓരോ ഗവൺമെൻറ്റും. അപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ് എന്നുള്ളതല്ല, ഇത് 40 വർഷമായിട്ട് നടക്കുന്ന ഒരു പരമ്പരയെ എന്തുകൊണ്ട് എന്നും നിങ്ങൾ പട്ടാളക്കാരെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്? ആ പട്ടാളക്കാരൻ എന്നും നിങ്ങൾ ഓണവും വിഷുവും സംക്രാന്തിയും ക്രിസ്മസും ദീപാവലിയും ആഘോഷിക്കുന്ന സമയത്ത് ഈ പട്ടാളക്കാരൻ അന്ന് അവിടെ ഓപ്പറേഷൻ പോയിട്ട് മരിച്ചിട്ട് ഡെഡ് ബോഡി ആയിട്ട് വരുന്നവരാണ് ഈ പട്ടാളക്കാർ. ആ പട്ടാളക്കാരൻ്റെ വികാരം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ആ പട്ടാളക്കാരൻ ഇതുപോലെ വയലൻ്റ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ആ പട്ടാളക്കാരൻ്റെ വികാരം മാത്രമാണ്. അതിനെ രാഷ്ട്രീയപരമായിട്ടോ അതിൽ പലരും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കും കൂടെ സംശയമുണ്ട്. അതാണ് സംശയം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസ് അങ്ങനെ വിമുക്ത ഭടന്മാരുടെ വികാരത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണോ?
UPA സർക്കാരിൻ്റെ ഒടുവിലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി. പക്ഷേ പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെരഞ്ഞെടുപ്പിന് മുൻപ്. ഇവിടെ പുതിയ സർക്കാരിനെ സംബന്ധിച്ച് 18 മാസമേ ആയിട്ടുള്ളൂ. നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു വശത്ത് നിന്ന് ആരോപണം ഉന്നയിക്കുന്നതിൽ ശരിയുണ്ടോ? ഇല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാല് ഈ 1 റാങ്ക് 1 പെൻഷൻ എന്ന ആവശ്യം വളരെ ശക്തി പ്രാപിച്ചത് UPA ഗവൺമെന്റിന്റെ രണ്ടാം UPA ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിലാണ്. അങ്ങനെ 1 റാങ്ക് 1 പെൻഷൻ കൊടുക്കണമെന്നുള്ള ശക്തിയായ ആവശ്യം വിമുക്ത ഭടന്മാരിൽ നിന്ന് ഇന്ത്യയൊട്ടാകെ ഉണ്ടായപ്പോൾ ഈ കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ഇടപെട്ടു. അദ്ദേഹം അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന AK ആന്റണിയോടും അതോടൊപ്പം ധനകാര്യ മന്ത്രിയായിരുന്ന ചിദംബരത്തോടും 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ AK ആന്റണി അന്നത്തെ പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രാലയ ഉദ്യോഗസ്ഥന്മാരും അത് വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം ശ്രീ ചിദംബരം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കാനുള്ള നിർദ്ദേശം ബഡ്ജറ്റിൽ വെക്കുകയും അതിന് തുക നീക്കിവെക്കുകയും ചെയ്തു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ നരേന്ദ്രമോദി വളരെ കെയർഫുൾ ആയിട്ട് BJPയും നരേന്ദ്രമോദിയും 1 റാങ്ക് 1 പെൻഷനെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുകയും അവര് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി ഇന്ത്യയൊട്ടാകെ പ്രസംഗിച്ചു, എന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇന്ത്യ രാജ്യത്തെ വിമുക്ത ഭടന്മാർക്കുള്ള 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കുമെന്നായിരുന്നു. എന്താണ് പ്രശ്നം വെച്ചാല് UPA ഗവൺമെന്റ് കാലത്ത് അന്ന് ഈ ബഡ്ജറ്റിൽ ഈ തുക നീക്കിവെച്ചെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള കാൽക്കുലേഷൻ 1 റാങ്ക് 1 പെൻഷന്റെ ഈ പെൻഷനുണ്ടാകുന്ന വേരിയേഷൻ അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷന് സമയമെടുത്തു. ആ സമയം എടുത്ത് കാൽക്കുലേഷനും മറ്റു നടപടിയും ഇരു മന്ത്രാലയങ്ങളും ഒരുമിച്ചിരുന്ന് നടപ്പാക്കുന്നില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പെരുമാറ്റത്തിന് പരിഹരിച്ചത്. അതുകൊണ്ട് UPA ഗവൺമെന്റ് അത് പ്രാബല്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നതാണ്. എന്നാൽ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി, ശ്രീ മനോജ് പരിക്കർ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി. പാർലമെന്റിൽ നിരന്തരം ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായി. പാർലമെന്റിൽ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് സബ്മിഷൻ ഉന്നയിച്ചു. അപ്പോഴ് പ്രധാനമന്ത്രി പറഞ്ഞത് എനിക്ക് കുറച്ച് സമയം കൂടെ തരാനാണ് പറഞ്ഞത്. ഞാൻ 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യ ഗവൺമെന്റ്, അതുകൊണ്ട് എനിക്ക് നടപ്പാക്കുന്നതിനെ കുറിച്ച് സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ വിമുക്ത ഭടന്മാരുടെ സംഘടന ചോദിച്ചു എത്ര സമയം വേണം, അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞില്ല. എത്ര സമയം വേണം എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മറുപടി പറയുകയോ അതിന് പ്രതിരോധ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വിമുക്ത ഭടന്മാർ എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അവരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് കരുതുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അങ്ങനെ ഒരു താല്പര്യം പലപ്പോഴും BJPയെ സംബന്ധിച്ച് അവരിൽ നിന്നും ലഭിക്കാറുണ്ട്. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടും ആ വാഗ്ദാനം ഇതേവരെ പാലിക്കാൻ BJP സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല. അത് ഈ സൂചിപ്പിക്കുന്നത് പോലെ സാങ്കേതികത്വം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെയാകാനല്ലേ സാധ്യത? അതിനപ്പുറത്ത് ഒരു 20,000-ഓ 25,000-ഓ കോടി അധിക ബാധ്യത എന്നുള്ളത് ഇക്കാര്യത്തിൽ സർക്കാർ പരിഗണിക്കുന്ന ഒരു വിഷയമായിരിക്കുമോ? അല്ല, തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എപ്പോഴും പ്രധാനമന്ത്രിമാർ പാലിക്കാറില്ല. അങ്ങനെ പാലിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായത് VP സിംഗിന്റെ കാര്യത്തിലാണ്. VP സിംഗ് മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കി, വാഗ്ദാനം പാലിച്ചു. അന്ന് തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, 1 റാങ്ക് 1 പെൻഷൻ സൈനികർക്ക് അത് നടപ്പാക്കും എന്ന തീരുമാനവും VP സിംഗ് അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകാലം ഏറെ നീണ്ടു നിന്നില്ല. വളരെ പെട്ടെന്ന് ഭരണം അവസാനിച്ചു. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് അന്നേ നടപ്പായി പോകുമായിരുന്നു. വളരെ ന്യായമായ ഒരു ആവശ്യമാണ് സൈനികർ ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും എതിരഭിപ്രായമില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 15 മാസം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന ഭരണകാലാവധിയുടെ 1/4 ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിമാരുടെ പരമ്പരാഗതമായ സ്വാതന്ത്ര്യദിന പ്രഭാഷണം അദ്ദേഹം നടത്തി. അദ്ദേഹം ഇന്നെങ്കിലും മൗനം പാലിച്ചു എന്ന് നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. അദ്ദേഹം സംസാരിച്ചു. ആ സംസാരത്തിൽ വളരെ പ്രതീക്ഷയോടെ പലരും കാത്തിരുന്നത്, പ്രത്യേകിച്ച് മുൻ സൈനികർ, എന്ന് പറയുമ്പോൾ മുൻ സൈനികർ മാത്രമല്ല ഇപ്പോൾ സർവീസിലുള്ളവരും കാത്തിരുന്നത് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു. അദ്ദേഹം ഇന്നും പറഞ്ഞത് തത്വത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഗവൺമെന്റ് പിന്നോട്ട് പോകുന്നില്ല എന്നാണ്. അത് നടപ്പാക്കുന്നതിന് എത്ര സമയം വേണ്ടിവരും, ചില സങ്കീർണതകളൊക്കെ ആക്കാൻ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വാർത്ത ഇതിനു മുൻപും വന്നിരുന്നു. അതുകൊണ്ട് അവർക്ക് വാഗ്ദാനം ചെയ്ത കാര്യം, ആ വാഗ്ദാനം അദ്ദേഹത്തിന്റെ അധികാര പ്രവേശത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ആ വാഗ്ദാനം എപ്രകാരം നടപ്പാക്കും എന്ന് ഇന്ന് സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ സമരം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് വ്യക്തമാക്കാമായിരുന്നു.
റൈറ്റ്, അതാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള 100 ദിവസത്തിനകം അധികാരത്തിലെത്തിയാൽ 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പാക്കും എന്നുള്ളത് NDAയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യമാണ്. 100 ദിവസം എന്നുള്ളത് വിട്ടേക്കൂ, എത്രയോ 100 ദിവസങ്ങൾ കടന്നുപോയി. വിമുക്ത ഭടന്മാരെ സംബന്ധിച്ച് സമയബന്ധിതമായി ഇത് നടക്കണമെങ്കിൽ അതിനൊരു സമയക്രമം പ്രഖ്യാപിക്കണം എന്ന ആവശ്യമേ ഉള്ളൂ. എപ്പോൾ ഇത് നടപ്പാക്കും എന്ന് ഈ സർക്കാരിന് പറയാൻ സാധിക്കുന്നില്ല. അല്ല, 100 ദിവസം കൊണ്ട് ഞാനത് വായിച്ചതാണ് മാനിഫെസ്റ്റോ. അതിൽ 100 ദിവസം കൊണ്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഇഷ്യൂ സീരിയസ് ആയി റേസ് ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഹരിയാനയിലാണ് മുൻകാല സൈനികരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അത് ഇലക്ഷൻ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ BJP ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ പ്രധാനമന്ത്രി കണ്ട് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ ഓഷ്യാനിക് കമ്മിറ്റിയുടെ ശുപാർശയിൽ തന്നെ പറയുന്നത് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? നടപ്പാക്കാത്തതിന് കാരണം ഇന്ത്യൻ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് 100% എതിരാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നടപ്പാക്കണോ വേണ്ടെന്നുള്ളതല്ല പ്രശ്നം. നടപ്പാക്കും, പ്രതിബദ്ധതയാണ്. അതിൻ്റെ കണക്കുകൾ കിട്ടണം, അതിന് ഫണ്ട് വരണം, ആ മൊബിലൈസേഷൻ നടക്കണം. ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ്. അതിൽ വളരെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇന്ന് BJP ഔപചാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കും. അതിന് ഞങ്ങളുടെ സമയം വേണം. അപ്പോൾ സമയം കൊടുക്കില്ല. മുൾമുനയിൽ യുദ്ധകാല പരിസ്ഥിതി പോലെ സൈനികർ ആ മുൾമുനെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ നമുക്കറിയാം ഇതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്ത സൈനികരിങ്ങനെ മാറുന്നത് രാഷ്ട്രീയപ്രേരിതമാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ, ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് സാധാരണഗതിയിൽ പാർലമെൻറ്റ് പ്രഖ്യാപിക്കുന്നത് പോലെയോ ബഡ്ജറ്റ് സെഷനിൽ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കാൻ പറയുന്ന പോലെ ഒരു കാര്യമല്ല ഇത്. അപ്പോൾ അതിൽ പ്രതിബദ്ധത പറയുകയും രാജ്യം ഒന്നിച്ച് അതിനോട് യോജിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ എത്ര നല്ല കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ മൈനസിൽ ഇൻഫ്ലേഷൻ എത്തിച്ചില്ലേ? രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ നമ്മുടെ സാമ്പത്തിക വളർച്ച റെക്കോർഡിലേക്ക് എത്തിച്ചിട്ടില്ലേ? ഇതൊന്നും പറയാതെ രാഷ്ട്രീയപ്രേരിതമായിട്ട് ഒരുപറ്റം സൈനികർ ഇങ്ങനെ പോകുന്നതിൽ ദുഃഖമുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ വിഷമം കൊണ്ടായിരിക്കാം. പക്ഷേ ഈ രാഷ്ട്രീയമാണ്, എന്തിനും വെച്ചു പൊറുപ്പിക്കില്ല, ഈ സർക്കാരിനെ വെച്ചു പൊറുപ്പിക്കില്ല. ഏത് കാര്യം കിട്ടിയാലും എവിടെ വെച്ച് അടിച്ചു വീഴ്ത്തുമെന്നുള്ള സമീപനം ദൗർഭാഗ്യകരമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പ്രതിബദ്ധത BJP നിറവേറ്റുമെന്ന് ഞാൻ നരേന്ദ്രമോദി അത് പറയില്ല. അതുകൊണ്ട് അവകാശം കൊടുക്കണം. മേജർ രവി, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഇതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം. അദ്ദേഹം തൊട്ട് മുൻപത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ ജൻധൻ യോജന, സ്കൂളുകളിലെ ടോയ്ലറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മുന്നോട്ട് വെച്ചപ്പോൾ വലിയ കയ്യടി കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ 15 മാസത്തെ ഭരണം അദ്ദേഹത്തിന് മേലുണ്ടായ പ്രതീക്ഷകൾ നിറവേറ്റുന്ന വിധത്തിൽ ആണോ? ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ, ഇനി മുന്നോട്ടുള്ള ചുവടായി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ 2014 കൊടുത്ത അതേ കയ്യടിയോടുകൂടി 2015 സ്വീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ ഒരു പൊളിറ്റിക്കൽ ചർച്ചയിൽ ഞാനെന്ന പട്ടാളക്കാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറ്റം പറയാനോ അല്ലെങ്കിൽ കാരണം ഏത് രാഷ്ട്രീയക്കാരാണ് ഇന്ന് ഏതെങ്കിലും സ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ ഇലക്ഷന് പറയുന്ന വാക്കുകൾ എത്രത്തോളം ഇവർ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം നേരത്തെ മിസ്റ്റർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു VP സിംഗ് അന്ന് മണ്ഡൽ കമ്മീഷൻ്റെ കാര്യം സംസാരിച്ചിട്ട് അത് നടപ്പാക്കി. പക്ഷെ ആ നടപ്പാക്കിയ സമയത്ത് അത് പെട്ടെന്ന് വന്നിട്ട് നടപ്പാക്കിയപ്പം അവിടെ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിന്നും ഓർക്കാം. കാരണം ഞാൻ അന്ന് ഡൽഹിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ ഡൽഹി തെരുവുകളിൽ മരിച്ചു വീണ ആളുകളുടെ, നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് കലാപത്തിനേക്കാൾ കൂടുതലായിരുന്നു. ആയിരക്കണക്കിന് 2000-3000 ഡൽഹിയിൽ തന്നെ മരിച്ചു വീണിട്ടുണ്ട് ഈ മണ്ഡൽ കമ്മീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ. അപ്പം ഏതൊരു മന്ത്രിയാണെങ്കിലും ശരി, ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഇത് പറയുന്നതും പ്രവർത്തിക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരിക്കാം. അത് നമ്മൾ ചിന്തിക്കേണ്ടത് ന്യൂട്രലായി നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഇന്നിപ്പോൾ എനിക്ക് BJPയെ കുറ്റം പറയണമെങ്കിൽ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രം മതി. അതേപോലെ തന്നെ 2 വർഷം മുന്നേ കോൺഗ്രസിനെ കുറ്റം ഞങ്ങൾ ഒരു ഗവൺമെൻറ്റിനെയും കുറ്റം പറയുന്ന ആൾക്കാരല്ല. ഇന്ന് പട്ടാളക്കാരൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞത് ഈ 40 വർഷമായിട്ട് കിട്ടാതിരുന്നിട്ടുള്ള അന്ന് തൊട്ടിട്ട് കാത്തിരുന്നിരുന്ന ആളുകൾ ഇന്ന് 10, 80, 85 വയസ്സായിട്ടുള്ള റിട്ടയർഡ് ഓഫീസേഴ്സാണ്. അവർക്കൊരാഗ്രഹം മരിക്കുന്നതിന് മുന്നെങ്കിലും എനിക്ക് 1 റാങ്ക് 1 പെൻഷൻ ഒന്ന് കിട്ടണം എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ലെവലിലേക്കാണ് ഇവിടെ ഇത്രയും കാലം ഭരിച്ചിരുന്ന ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്ന് ഈ പട്ടാളക്കാരെ എത്തിച്ചിരിക്കുന്നത്. പി എസ് ശ്രീധരൻപിള്ള, കഴിഞ്ഞ 15 മാസം കൊണ്ട് അഴിമതി തുടച്ചു നീക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഇതാ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ
ഒരു വാചകം ഈ അടുത്ത് അവസാനിച്ച പാർലമെന്റ് സെഷൻ നമ്മൾ കണ്ടതാണ്. ഭരിക്കുന്ന സർക്കാർ അഴിമതി ആരോപണ വിധേയമായിട്ട് ആ അഴിമതിയെക്കുറിച്ച് പാർലമെന്റിൽ ഒരു ചർച്ച നടന്നപ്പോൾ അക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്താൻ തയ്യാറാകാതെ ഏതെങ്കിലും തരത്തിൽ പാർലമെന്റിൽ ഒരു ചോദ്യത്തെ നേരിടാൻ തയ്യാറാകാതിരുന്ന ആളാണ് പ്രധാനമന്ത്രി എന്നുള്ളത് വേറൊരു വിഷയം. ഇങ്ങനെ എനിക്ക് അഴിമതി തുടച്ചു നീക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രസംഗത്തിൽ മാത്രം പറഞ്ഞു പോയാൽ അതിന് എത്രമാത്രം സ്വീകാര്യതയുണ്ടാകും? അഭിലാഷ്, എനിക്കൊരല്പം ടൈം തരണം ഇതൊന്ന് വിശദീകരിക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ച അദ്ദേഹത്തിന് വന്നപ്പം നിങ്ങളുടെ ചാനലിൽ തന്നെ പങ്കെടുത്ത ആളാണ്. ഒരു സ്വീകാര്യതയും അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് നമ്മുടെ മലയാളത്തിൽ അത്തരം ശ്രമങ്ങൾ നടന്നില്ല. BJP-ക്കാർ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലം പറയും, ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള സമീപനമാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ തങ്ങളുടെ വാദഗതിയോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ല. രണ്ടാമതൊരു കാര്യം ഞാൻ പറയും, ഒരു സർക്കാരിനെ നിങ്ങൾ വിലയിരുത്തേണ്ടി വരുമ്പോൾ നരേന്ദ്രമോദി അദ്ദേഹം വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നയാളാണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് വിമർശകരെ നിങ്ങളാണ് എൻ്റെ വഴികാട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് 96 പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് വിമർശിക്കട്ടെ, വിമർശനം നല്ലതാണ്. കാരണം തെറ്റ് തിരുത്താൻ എന്തെങ്കിലും പറ്റാതിരിക്കാൻ സൂക്ഷിക്കാൻ അത് സഹായമാകും. പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 1.25 കൊല്ലം കൊണ്ട് അത് സാമ്പത്തികം എടുക്കാൻ പറ്റില്ല. അതാണല്ലോ ജനങ്ങളെ വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അടൽ ബിഹാരി വാജ്പേയി അധികാരമേൽക്കുമ്പോൾ 5% ഉണ്ടായിരുന്ന സാമ്പത്തിക വളർച്ചയുള്ള രാജ്യം അത് മൻമോഹൻ സിംഗിന് അധികാരം കൈമാറുമ്പോൾ 9% ഇന്ത്യൻ എക്കോണമി സേഫ് എന്നാണ് 2004 ബഡ്ജറ്റിൽ, അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ, സെബാസ്റ്റ്യൻ പോൾ നിഷേധിക്കട്ടെ, അന്ന് അവരുടെ ബഡ്ജറ്റ് പ്രസംഗത്തിലെ ആദ്യ വാചകം ഇന്ത്യൻ എക്കോണമി സേഫ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 അക്കത്തിൽ എത്തിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്. അത് 4.4 നരേന്ദ്രമോദിക്ക് കൈമാറുമ്പോൾ ഉള്ളത്. അതിപ്പോൾ 7.5 എത്തിയിരിക്കുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് ഏറ്റവും കൂടിയ ഒരു ഭരണകൂടമാണ് വാജ്പേയി ഏറ്റെടുത്തത്. ഏറ്റവും കുറച്ച് അദ്ദേഹം കൊണ്ടുവന്നു. ഇന്നിപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, UPA അധികാരം കൈമാറുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്? ഇപ്പം മൈനസിലേക്ക്, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മൈനസിലേക്ക് എത്തിയിരിക്കുന്നു. ഏത് മേഖലയെടുത്ത് സൂക്ഷ്മമായി പഠിച്ചാലും ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല. പെടുത്താലും അതേസമയത്ത് വർഗീയവാദിയാണ്, ഫാസിസ്റ്റാണ്, കുറേ മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, രാജ്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിൽ ആ പ്രസംഗത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെ നൂറ്റാണ്ടാക്കും, നമുക്കതിന് സാധിക്കും. മഹർഷി അരവിന്ദനും സ്വാമി വിവേകാനന്ദനും ഒക്കെ സ്വപ്നം കണ്ടവരാണ്. ആ സ്വപ്നത്തിലേക്ക് പോകുന്ന എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ ഒരു വ്യത്യാസവുമില്ല. ആ പ്രക്രിയയുടെ വിളംബരമാണ് ഇത്തരം ഇതിൽ വരുന്നത്. അപ്പോൾ അത് വരുന്ന അവസരത്തിൽ നമ്മുടെ പാർലമെന്റിലെ നയപ്രഖ്യാപനം പോലെ ബഡ്ജറ്റ് പോലെ വേണം, ഇന്നത് പറഞ്ഞില്ല, ഇന്ന കൂട്ടത്തെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്രായോഗികമായ ഒരു സമീപനമാണ്. ജനാധിപത്യം ശരിയല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്, ഏത് രംഗത്താണ് താഴോട്ട് പോയിട്ടുള്ളത്, ഈ കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. റൈറ്റ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, 2 സുപ്രധാനമായ കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് UPA സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നിരിക്കുന്നു, 7.5 മുകളിലായിരിക്കുന്നു. 2, മൊത്തവില സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പം കണക്കുകളിൽ കുറഞ്ഞിരിക്കുന്നു. ഈ 2 ഘടകങ്ങൾ മാത്രം മതി കഴിഞ്ഞ 15 മാസത്തെ ഭരണം എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് എന്ന് പറയാൻ എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ BJP-യുടെ വാദം. അല്ല, ശരിയാണ്. ഇത്തരം കണക്കുകൾ നമ്മൾ കുറേ കാലമായി ധാരാളം കേൾക്കുന്നുണ്ട്. ഈ കണക്കുകൾ പറയുന്നതിൽ ഇപ്പോഴത്തെ BJP സർക്കാരിനേക്കാൾ പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ളത് UPA സർക്കാർ തന്നെയായിരുന്നു. ചിദംബരം സ്ഥിരമായി കണക്കുകൾ പറയുമായിരുന്നു, ചാർട്ട് കാണിക്കുമായിരുന്നു. ഇപ്പോൾ അതേ രീതി നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളെ, ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ വിജയം അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം അവർ വിലയിരുത്തുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷ വാർത്ത, പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞിരിക്കുന്നു. അല്പം ഒരു ആശ്വാസം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം അതൊരു നേട്ടമായി വേണമെങ്കിൽ പറയാം, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രധാനമന്ത്രി പറയുന്നു അഴിമതിയെക്കുറിച്ച് രാജ്യത്ത് വലിയ ചർച്ച നടക്കുകയാണ്. രോഗിയായ ഒരാൾ എങ്ങനെ ആരോഗ്യവാനായിരിക്കണം എന്ന് മറ്റൊരാൾക്ക് ഉപദേശം നൽകുന്നത് പോലെയാണ് ഇവിടെ ചില ആളുകൾ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. സ്വയം അഴിമതിയിൽ മുങ്ങിയ ആളുകൾ എങ്ങനെ അഴിമതി നേരിടണം എന്ന നിർദ്ദേശവുമായി വരികയാണ്. ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനെയാണ്. നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം ശരിയല്ല. കാരണം അത് ഇരുട്ടിൽ തോട്ടയിടുകയാണ്. ഇപ്പൊ മധ്യപ്രദേശ് ഗവൺമെന്റ് വ്യാപക കുംഭകോണം നടത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നടന്നിരിക്കുന്നത്? മേജർ രവി വലിയ ആലോചിച്ചോടി പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ അഴിമതി ഇല്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞല്ലോ. എന്താ വ്യാപക കുംഭകോണം? ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുംഭകോണമല്ലേ? RSSന് നേരിട്ട് പങ്കുള്ള ഒരു അഴിമതിയാണ് വ്യാപക കുംഭകോണം. എത്ര പേരെ മരിച്ച? 48 പേരാണ് ഔദ്യോഗിക കണക്കെടുപ്പിൽ മരിച്ചിരിക്കുന്നത്. എന്താ BJP അവിടെ നടത്തിയ BJP മന്ത്രിമാരും BJP മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും
RSSന്റെ അറിയപ്പെടുന്ന നേതാക്കളും നേരിട്ട് പങ്കുള്ള വ്യാപം കുംഭകോണം ചെറിയൊരു കാര്യമാണോ? 48 പേര് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇരകൾ ഓരോന്നോരോന്നായി മരിക്കുന്നു. എന്താ മേജർ രവിയുടെ ആദർശം എവിടെ പോയി? അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഴിമതി നടത്തുകയുമില്ല, നടത്താൻ അനുവദിക്കുകയുമില്ല എന്ന പ്രഖ്യാപനം കഴിഞ്ഞ 15 മാസം നരേന്ദ്രമോദിക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, അത് തന്നെയാണല്ലോ പ്രശ്നം. അഴിമതി വലിയൊരു ആയുധമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ശരിയായിരുന്നു. കാരണം കോൺഗ്രസ് UPA സർക്കാർ പ്രത്യേകിച്ച് അവരുടെ രണ്ടാം ഭരണകാലത്ത് കൊടിയ അഴിമതിയിലാകപ്പെട്ടു. ചില പേരുകളൊക്കെ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും പരിചയമുള്ള പേരുകളായിരുന്നു. കോമൺവെൽത്ത്, ആദർശം, 2G സ്പെക്ട്രം, അങ്ങനെയുള്ള പേരുകളൊക്കെ. അതിന്റെ ഫലം അവർ അനുഭവിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഔദ്യോഗിക പ്രതിപക്ഷം ആകുന്നതിന് ഉള്ള അവസരം ജനങ്ങൾ കൊടുത്തില്ല. അങ്ങനെ വമ്പിച്ച പ്രതീക്ഷയോടെ ലോക്സഭയിൽ നല്ല ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ജനങ്ങൾ നരേന്ദ്രമോദിയെ അധികാരത്തിൽ കൊണ്ടുവന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായി. അതിന്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. കള്ളപ്പണം രാജ്യത്ത് മടക്കിക്കൊണ്ടുവരും, അത് വീതിച്ചാൽ 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിൽ വരും, അഴിമതി സമ്പൂർണ്ണമായും തുടച്ചു നീക്കും. അതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന വാക്കുകളും വാഗ്ദാനങ്ങളുമായിരുന്നു. പക്ഷെ അത് എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക്, അഭിഭാഷകനായ ശ്രീധരൻപിള്ളയ്ക്ക്, മേജർ രവിക്ക് ഒക്കെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കുന്നതിന് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഉന്നയിച്ച അർത്ഥരഹിതമായ ആ വാദത്തിലേക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു. എവിടെ ഖജനാവിന് നഷ്ടം എന്നാണ് ചോദ്യം. 2G സ്പെക്ട്രത്തിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു. എവിടെ നഷ്ടം? അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, എന്താണ് ലളിത് മോദി ചെയ്ത കുറ്റം? രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന, നികുതിയായി വരേണ്ടിയിരുന്ന പണം കള്ളപ്പണമായി ടാക്സ് ഹെവനുകളിൽ പാർക്ക് ചെയ്ത ആളാണ്. അയാളെ സഹായിച്ചു എന്ന ആരോപണമാണ് വിദേശകാര്യമന്ത്രി നേരിടുന്നത്. ആ ആരോപണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. കള്ളപ്പണത്തിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച സർക്കാരാണിത്. സ്വന്തം ഔദ്യോഗിക പദവി ഉപയോഗിച്ച് ആർക്കെങ്കിലും ആനുകൂല്യം നേടിക്കൊടുക്കാൻ പരിശ്രമിച്ചാൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് സുഷമാ സ്വരാജിന്റെ കാര്യത്തിൽ ഈ ഖജനാവിൽ നിന്ന് പണം പോയിട്ടില്ല എന്ന ന്യായത്തെ BJP അഭയം പ്രാപിക്കുന്നത്? അഭിലാഷ്, 2 കാര്യം എനിക്ക് പറയാൻ നിങ്ങൾ സമയം തരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ചോദിച്ചത്. ഞാൻ 2010 മുതൽ 2014 വരെ ഒരു റെഡ് കോർണർ നോട്ടീസ് പോലും അയക്കാത്ത ഫെമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആർക്ക് വേണേലും പണം കൊണ്ടുപോയി പെനാൽറ്റി അടച്ച് കോമ്പൗണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു വകുപ്പും പ്രകാരം 2010 മുതൽ 2014 വരെ അത് തുടർന്നു. ആ സമയത്ത് ഒരിക്കലും റെഡ് കോർണർ നോട്ടീസ് ഇല്ല. വെയർബൌട്ട്സ് അറിയാനാണ്. അഭയം തേടി ഒരാളുടെ വെയർബൌട്ട്സ് അറിയണോ? അതിൽ സുഷമാ സ്വരാജ് എന്താ ചെയ്തത്? അവിടുത്തെ നിയമം അനുസരിച്ച് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അത് കേരളത്തിൽ 12ഓളം ആളുകൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഉൾപ്പെടെ, കേരളത്തിലെ ഇടതുപക്ഷ MPമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരപ്പത്തന്നെ ആക്ഷൻ എടുക്കുന്നു. ലിബറൽ സ്റ്റാൻഡാണ് അവർക്കെല്ലാം ഉള്ളത്. ഇനിയിപ്പോൾ അവരങ്ങനെ ചെയ്യുമെന്നറിയില്ല. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കൈക്കൂലി വാങ്ങി, പണം വാങ്ങി, അങ്ങനെ ഒരു കാര്യം ആർക്കും പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. കള്ളപ്പണത്തെ പറ്റി താങ്കൾ പറഞ്ഞു, ഞാൻ പറയാൻ വിട്ടുപോയതാ. അവല ചോദിച്ച ചോദ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി മുമ്പാകെ അല്ലേ കള്ളപ്പണം സുപ്രീം കോടതി അല്ലേ ഏറ്റെടുത്തത്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലേ? അതിൽ ഞങ്ങളുടെ സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസ് ഉൾപ്പെടെ ഇല്ലേ? ആ കേസുകളിൽ എന്താ സുപ്രീം കോടതി ചെയ്തത്? കേന്ദ്രത്തിലെ UPA ഭരണകൂടത്തോട്, ഇടതുപക്ഷം ഭരിച്ചതാണല്ലോ, ആ UPAയോട് പറഞ്ഞതെന്താ? നിങ്ങളൊരു ജഡ്ജി ഉൾപ്പെടുന്ന, പഴയ ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സിറ്റിനെ നിയക്കണമെന്നാണ് പറഞ്ഞത്. അന്ത്യശാസനം കൊടുത്തു, ചെയ്തില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുമെന്ന് പറഞ്ഞു, ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരുന്നവർ അവസരത്തിൽ എന്തായാലും BJPയെ സംബന്ധിച്ച് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ SIT രൂപീകരിച്ചു എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ശ്രീ ശ്രീധരൻപിള്ള ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ മേജർ രവി, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്.